ഹായ് ഗൈസ്, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്ന് ഞാനിവിടെ മുളപ്പിച്ച മുതിര കൊണ്ടാണ് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു മിക്സി ജാർ എടുത്ത് 2 വലിയ സവാള, 15 മുതൽ 20 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 1 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 2 തക്കാളി, 1/4 മുറി തേങ്ങ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 മുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിടി മല്ലിയില കൂടിയിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഇനി അടുപ്പത്ത് ഒരു കുക്കർ വെച്ച് അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ കനം കുറച്ച് നീളത്തിലരിഞ്ഞ 2 സവാള ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള നല്ലപോലെ വഴണ്ട ശേഷം അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരപ്പിട്ട് പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കണം. നല്ലപോലെ ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. പച്ചമണം മാറിയ ശേഷം 1/2 കപ്പ് മുതിര മുളപ്പിച്ചതിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ മുതിര മാത്രം ഇട്ടാണ് കറി വെക്കാൻ ഉദ്ദേശിച്ചത്. പിന്നീട് ആ പ്ലാൻ മാറ്റിയത്. അതുകൊണ്ട് ചെറുപയർ ഒന്ന് മുളപ്പിക്കാൻ മറന്നു. ഒരു പിടി ചെറുപയർ കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. മുളപ്പിച്ച എല്ലാ പയർവർഗ്ഗങ്ങളും ഇട്ട് നമ്മൾക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാം. ചെറുപയറ്, മുതിര, കടല, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടുണ്ടാക്കാം. 2 3 അല്ലെങ്കിൽ ഒരു പയർവർഗ്ഗം മാത്രം ഇട്ടും ഇതുപോലെ കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാം നല്ലപോലെ വഴണ്ട ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ക്യൂബായി അരിഞ്ഞത് കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം അങ്ങ് ഗ്യാസ് ആയോണ്ടാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങിൽ ഒതുക്കിയത്. അല്ലെങ്കിൽ 2 വലിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കറിയിലേക്ക് പകർന്നു കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 വഴുതനങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് തിള വന്നാൽ അടച്ചു വെച്ച് 4 മുതൽ 5 വിസിൽ വരുന്നിടം വരെ വേവിച്ചു കൊടുക്കണം. 5 വിസിൽ എന്ന് ഞാൻ പറഞ്ഞത് 1 ഹൈ ഫ്ലെയിമിലും 4 ലോ ഫ്ലെയിമിലും ആയിരിക്കണം. പ്രഷർ കളഞ്ഞ് ഉപ്പും മുളകും നോക്കി അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്ത് കറി നല്ലതുപോലെ തിളപ്പിക്കാം. ശേഷം അതിലേക്ക് കടുക് വറുക്കാനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് പകർന്നു കൊടുക്കാം. നമ്മുടെ കിടുക്കാച്ചി മുളപ്പിച്ച മുതിരക്കറി റെഡിയായി. ഇരിക്കട്ടെ എന്നേ കുറച്ച് മല്ലിയില മേമ്പൊടിക്കാൻ. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ എന്ത് സ്വാദാണെന്നോ. ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തും. പുതിയൊരു വിഭവവുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.